ടീം എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ എവിടെ പോകുന്നറിയോ? പ്രീകാര കോഴ്സ് കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾ പ്രീകാന കോഴ്സ് കൂടാൻ വേണ്ടി പോണേ കേട്ടാ. അപ്പോൾ നമ്മുടെ കൊച്ചിയിലായതുകൊണ്ട് ഇടക്കൊച്ചിയിലാണ് നമ്മൾ കോഴ്സ് കൂടുന്നത്. അപ്പോൾ എത്ര ദിവസം ഉണ്ട് നമുക്ക് കോഴ്സ്? കോഴ്സ് 3 ദിവസം ഉണ്ട്. 12, 13, 14 എല്ലാ മാസവും 3 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മാസമാണ് കൂടുന്നത്, ഡിസംബർ മാസം കൂടുന്നത്. അപ്പോൾ ഇടവപ്പള്ളിയിൽ പോയിട്ട് ഒരു ഫോം മേടിച്ചിട്ട് അച്ഛൻ നമ്മൾ ആദ്യം പൂരിപ്പിച്ച് കൊടുക്കണം. അതിൽ അച്ഛൻ ഒപ്പിട്ടിട്ട് പള്ളിയുടെ സീൽ വെച്ച് തരും. ആ ഫോം കൊണ്ട് നമ്മൾ ഇടക്കൊച്ചിയിൽ കോഴ്സ് കൂടുന്ന അവിടെ കൊണ്ട് കൊടുക്കണം. ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്, 1500 രൂപയാണ് ഒരാൾക്ക്. അങ്ങനെ 3000 രൂപ കൊടുത്ത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, ടൈമും കാര്യങ്ങളൊക്കെ പറയും. 8:30 മണിക്കാണ് പോകേണ്ടത്, 5 മണിക്ക് തീരും. 3-ാം ദിവസം മാതാപിതാക്കൾ പങ്കെടുക്കണം ഉച്ചക്ക്. അങ്ങനെയുള്ള കുറേ നിർദ്ദേശങ്ങളൊക്കെ. പേടിയുണ്ടാവും കോഴ്സ്? എനിക്ക് പേടിയുണ്ട്. എന്തെങ്കിലും അറിയാമോ കോഴ്സ് എന്താണെന്ന്? അറിയില്ല. എനിക്കൊന്നും അറിയാൻ പോലെ കേട്ടോ. ഞാൻ കൂട്ടുകാരൊക്കെ കൂടി കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈഫിൽ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഒരു പേന മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞേക്കണത്. പിന്നെ ഈ ഫോം പേന കൊണ്ടുവന്ന്, പേന എന്താണെന്ന് എനിക്കറിയാം, എന്തിനാണെന്ന് അറിയാൻ പറ്റില്ല. എഴുതുമ്പോൾ അതിനൊക്കെ മറന്നിട്ട് വർഷങ്ങളായി. നിനക്ക് എഴുതാൻ അറിയോ? എനിക്ക് എഴുതാൻ അറിഞ്ഞൂടെ, വായിക്കാൻ അറിഞ്ഞുള്ളൂ. സ്കൂളിൽ പഠിച്ചപ്പോൾ എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഇനിയുള്ള വോയിസ് ഓവർ ആയിക്കോട്ടെ, അവിടെ ഷൂട്ട് ചെയ്യിക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നമ്മൾ 3 ദിവസത്തെ ചെറിയ ഭാഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കോഴ്സ് കൂടിയിട്ട് വരാമല്ലോ നമുക്ക് ഫസ്റ്റ് ദിവസം തൊട്ടാ. അപ്പോൾ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ആദ്യം പോകുന്നത്. ചേട്ടന് ഇഷ്ടം ഇടിയപ്പവും പാലും പഞ്ചസാരയാണ്, പക്ഷേ എനിക്കിഷ്ടം ഇടിയപ്പവും ഗ്രീൻ പീസ് കറിയാണ്. പ്രീകാന കോഴ്സ് നടക്കുന്ന ഹോളിൽ എത്തിയേട്ടാ. അപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പാടില്ല ഇവിടെ. എന്നാലും ഞങ്ങൾ ചെറിയ ഭാഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടാസ്ക് കപ്പിൾസ് എല്ലാവരും കൂടി 5 മിനിറ്റ് സംസാരിക്കാനുള്ള ടൈമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ 5 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും സംസാരിക്കാനില്ല. ബാക്കി എല്ലാവരും ഭയങ്കര സംസാരമാണ്. അവരാദ്യമായിട്ട് കാണുന്നുണ്ടാ. പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച പ്രതീതിയാണ് കേട്ടാ. താര എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടങ്ങാനിട്ട് നോക്കുന്നുണ്ട് കേട്ടാ. ചെറിയൊരു സ്വാഗതം പറയൽ എന്നെ ഏൽപ്പിച്ചിട്ടാ. അത് ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. അങ്ങനെ ഉച്ചയായി, ലഞ്ചിന്റെ ടൈമായി. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് മുട്ടക്കറിയുണ്ട്. മുട്ട റോസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ചോറിൻ്റെ കൂടെ മുട്ട കഴിക്കണം. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതെ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ആദ്യം അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കണമെന്നും അധികം കാണിക്കാൻ പറ്റും. 2-ാം ദിവസവും പതിപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാണ് കേട്ടോ. സാധാരണ കൂലിപ്പണിക്കാർ തുടങ്ങി ഡോക്ടർമാർ വരെ ഉണ്ടായിട്ടാ ഈ കോഴ്സിന്. എന്നാലും എത്ര പഠിപ്പുള്ള ആൾക്കാരാണെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന അറിവ് വലിയ അറിവ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഡേ ആയി, 3-ാം ദിവസമായി. ഞങ്ങൾ പതിപോലെ വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലാസ്റ്റ് ഡേ താരക്കൊരു പണിയിട്ടിട്ടാ. താരനെ കൊണ്ട് താങ്ക്സ് പറയിപ്പിച്ചിട്ടാ. അടിപൊളിയായിട്ട് പറഞ്ഞിട്ടാ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങളുടെ കലാശക്കോട്ട് ഉണ്ടായി. താരനെ ഞങ്ങളുടെ പാട്ടും പാടി. ലാസ്റ്റ് ഡേയിൽ പേരൻസ് വരുന്ന ദിവസമാണ് എല്ലാവരുടെയും. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നത് അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ബ്ലൗസും സാരിയൊക്കെ താരം ഒന്നും കൂടി സെറ്റാക്കി കൊടുക്കണേ കേട്ടാ. അപ്പോൾ അമ്മച്ചിനെ കാണാൻ വേണ്ടി ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പേരൻസിനെ മാത്രമേ കയറ്റുള്ളൂ കേട്ടോ ഹാളിലേക്ക്. നമുക്ക് പ്രവേശനം ഇല്ല അങ്ങോട്ട്. എല്ലാവരുടെയും തന്നെ പേരൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കോഴ്സ് കൂടിയ സർട്ടിഫിക്കറ്റ് കിട്ടിയേട്ടാ. അപ്പോൾ എല്ലാവർക്കും തന്നെ കിട്ടി. ഇതുണ്ടെങ്കിലേ നമുക്ക് മനസ്സമ്മതം കല്യാണമൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ താരയും ഞാനും ഒരേ സ്ഥലത്ത് തന്നെയാണ് കൂടിയത്. ഇടക്കൊച്ചിയിലാണ് കൂടിയത്. ചെക്കനും പെണ്ണും ഒരേ സ്ഥലത്ത് കൂടുമ്പോൾ ഒരു വൈബാണ്. അപ്പോൾ ടീമേ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ?